കർത്താവായ യേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2 കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. 2 പോസ്റ്ററുകളുണ്ട്. ഒന്ന് കൊല്ലത്തും കോട്ടയത്തും നമ്മുടെ പ്രാർത്ഥനകളെ ക്രമീകരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അന്യഭാഷാ പ്രാർത്ഥനയും കർത്താവിലുള്ള പ്രവചന ശുശ്രൂഷയും രോഗസൗഖ്യ പ്രാർത്ഥനയും വിടുതൽ പ്രാർത്ഥനയും അവിടെ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ കൊല്ലത്തും കോട്ടയത്തും ഉള്ളവരെ, അല്ലെങ്കിൽ കൊല്ലത്തിനും കോട്ടയത്തിനും അടുത്തുള്ളവരെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. വെർച്വൽ സ്ക്രീനിലൂടെ, സൂമിൽ എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ നിങ്ങളുടെ കൂടെ അവിടെ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട്, നേരിട്ടല്ല, സൂമിലൂടെയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. നമ്മൾ മിഡിൽ ഈസ്റ്റ് മുതൽ ഇന്ന് കണ്ണൂർ വരെ ലാസ്റ്റ് നിന്ന് പ്രാർത്ഥന കണ്ടവർക്ക് അറിയാൻ പറ്റും. കർത്താവിൻ്റെ പ്രവൃത്തികൾ ദൈവം ചെയ്യുന്നു, നമ്മളെ ദൈവം ഉപയോഗിക്കുന്നു. ഈ ദിവസങ്ങളിൽ ആ പ്രാർത്ഥനകളിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. പ്രയർ ലൈൻ നമ്പർ അവിടെ 3 നമ്പറുകളുണ്ട്, അതിൽ ബന്ധപ്പെടാമെന്നാണ്. കൊല്ലത്ത് നമ്മുടെ പ്രാർത്ഥന നടക്കുന്നത് ജയൻ മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാൾ ഹൈസ്കൂൾ ജംഗ്ഷനിലാണ്. അവിടെ അതിൻ്റെ അകത്തൊരു ചെറിയ ഹോളുണ്ട്, പഞ്ചായത്തിൻ്റെ ആ ഹോളിലാണ്. 2 കോട്ടയത്ത് നടക്കുന്നത് കളത്തിപ്പടിയിൽ ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രം, പൊൻപള്ളി റോഡിലാണ് ആ ധ്യാന കേന്ദ്രം ഉള്ളത്. അവിടെ നിങ്ങൾക്ക് അവിടെ ഗൈഡ് ചെയ്യുവാൻ സഹോദരങ്ങളുണ്ട്. പ്രാർത്ഥനകളിൽ പങ്കുചേരുക. വലിയ പ്രവൃത്തി കർത്താവ് ചെയ്യും. അത്ഭുത രോഗസൗഖ്യവും ദൈവിക ആലോചനകളാലും ആത്മാവിൻ്റെ നിറവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, കൂട്ടായ്മ ആചരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ മാത്രമല്ല, ആ പട്ടണത്തിലും രാജ്യത്തിലും നിങ്ങൾ ഫലം കായ്ക്കും. അനേകർ യേശുവിലേക്ക് വരുവാൻ കർത്താവിൽ ഇടയായിത്തീരും. നിങ്ങളെ ദൈവം ഉപയോഗിക്കും. അനേകർക്ക് ഇത് അയച്ചു കൊടുക്കുക. എന്തുകൊണ്ടെന്നാൽ അനേക തകർന്ന ഭവനങ്ങൾ വിടുവിക്കപ്പെടുവാൻ മുഖാന്തിരമാകും. സുവിശേഷത്താൽ ദൈവരാജ്യത്തിൻ്റെ പട്ടണങ്ങളായി സകലതും മാറുവാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലസ് യു. നമുക്ക് കർത്താവിൽ ഒരുമിച്ച് കൂടാം. വലിയ പ്രവൃത്തിക്കായിട്ട് നമുക്ക് ഒരു സൈന്യമായി മാറാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.